ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. നമുക്ക് തലശ്ശേരി മുട്ട ബിരിയാണി ആയാലോ ഗായ്സ്? അതെ, ഇന്ന് നമുക്കൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കാം, അതും തലശ്ശേരി സ്റ്റൈല്. അപ്പോൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ചോറ് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. ഞാനിവിടെ 3 കപ്പ് അരി, ഏകദേശം ഒരു 4 ഇരട്ടി വെള്ളം വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ചോറ് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇതിൽ ചേർക്കുന്ന സംഭവങ്ങളെന്ന് വെച്ചാൽ 2 തക്കോലം, 3-4 ഏലയ്ക്ക, 4-5 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചോറ് വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മുട്ട മസാല റെഡിയാക്കാൻ ഗൈസ്, അതിനായിട്ട് ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, കാരണം ചിക്കനെ പോലെ കൊഴുപ്പൊന്നും ഇറങ്ങാനില്ലല്ലോ, അതുകൊണ്ടാണ് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചത്. ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചതച്ച് ഇതുപോലെ ഗോൾഡൻ കളറാക്കി മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 6 സവാള ചേർക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണേ. ഞാനിതിൽ 6 മീഡിയം സൈസ് സവാള എടുക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ കുറച്ച് ഗ്രേവി വേണ്ട, എങ്കിലേ നമ്മുടെ ആ ബിരിയാണി കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 മുകളിൽ വേവാകുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള എല്ലാം നല്ല വരണ്ട് ഇതുപോലെ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി ഞാൻ 2 തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്കൊരു കൊഴുപ്പ് കിട്ടാനും പിന്നെ ഇതൊരു പച്ച തക്കാളിയും കൂടി ആയിരുന്നു ഗൈസ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അരച്ച് ചേർത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവ് അനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടാട്ടോ. ഞങ്ങൾക്ക് അധികം സ്പൈസ് വേണ്ടാത്തതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ഒതുക്കിയത്. ഇനി ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ചിടണം കേട്ടോ. ഈ സമയത്തേക്ക് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. ഞാൻ ഊറ്റി ഒരു സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മസാല തയ്യാറാക്കിയ പാത്രത്തിൽ നിന്ന് മസാല മാറ്റിയിട്ട് അടിയിൽ ഇതുപോലെ ചോറൊന്ന് ലെയർ ചെയ്ത് കൊടുക്കണം. ഒരു പകുതി ഭാഗത്തോട് ലെയർ ചെയ്തതിന് ശേഷം നമ്മുടെ മുട്ടയുടെ മസാല ഇല്ലേ, അത് ഇതിലേക്ക് സെൻറ്റർ ഭാഗത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തും ബാലൻസ് ഉള്ള ചോറും കൂടെ ഇട്ട് ഒന്ന് ലെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ മുഴുവൻ ചോറിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോറ് വേവിച്ചപ്പോഴും നെയ്യ് ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ മുകളിലായിട്ട് ഇങ്ങനെ നെയ്യ് ഒഴിക്കുന്നത്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും വറുത്ത് വെച്ച സവാളയും മുന്തിരിയൊക്കെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ചൊരു 5 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി തലശ്ശേരി മുട്ട ബിരിയാണി തയ്യാറായിട്ടുണ്ട് ഗൈസ്. സെർവ് ചെയ്തപ്പോൾ കണ്ടില്ലേ, മുട്ടയാണെന്നല്ലേ ഉള്ളൂ, കാണാനായിട്ട് ലുക്കിനൊന്നൊരു കുറവില്ലല്ലേ. മുട്ടയാണെന്നേ ഉള്ളൂ ഗൈസ്, ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല, അത്ര ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് മുട്ട ബിരിയാണി തയ്യാറാക്കിയാലുണ്ടല്ലോ, നിങ്ങൾ ഇതിൻ്റെ ഫാനായിട്ട് മാറും. ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാമേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ.